നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ സൈനിക തലവനെ ഇസ്രയേൽ തീർത്തതോടെ കലിയിളകി റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ് ഇറാൻ. ഇതോടെ വ്യോമസേനയെ തയ്യാറാക്കി നിർത്തി ബൈഡനും. പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിക്കാൻ സാധ്യത. ഇസ്രയേൽ പലസ്തീൻ യുദ്ധം ഒരു ഭാഗത്ത് നടക്കവേ കൂടുതൽ രാജ്യങ്ങളിൽ സ്ഫോടനങ്ങൾ. ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ശക്തമായ ഒരുക്കം നടത്താൻ പോകുന്നുവെന്ന് ഇറാന്റെ വെല്ലുവിളി. ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. തൊട്ടു പിന്നാലെ പലയിടത്തും US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഇപ്പോൾ കൂടുതൽ സൈനിക കേന്ദ്രങ്ങൾ നോട്ടമിടുകയാണ് ഹിസ്ബുള്ളയും ഇറാനും ചേർന്ന്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഷിയ സംഘങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകിയതോടെ ഇറാഖിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം അമേരിക്കൻ മിസൈൽ പതിച്ചു. ശക്തമായ തിരിച്ചടി ഇസ്രയേലിന് നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പ്രതികരിച്ചതായി ടെഹ്റാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രയേലിന് കൂട്ടുനിൽക്കുന്നുവെന്നാരോപിച്ചാണ് US നേരെയും ഇറാൻ തിരിഞ്ഞിരിക്കുന്നത്. ഇറാൻ സൈനിക മേധാവി മൂസവിയുടെ കൊലപാതക വിവരം പുറത്തുവന്നതോടെ ഇറാഖിൽ പലയിടങ്ങളിലും അമേരിക്കൻ സൈന്യത്തിന് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നിരുന്നു. 3 അമേരിക്കൻ സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ശക്തമായ തിരിച്ചടി നൽകാൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പലസ്തീനിലും ലബനനിലും ഒരേ സമയം ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് സിറിയയിൽ ആക്രമണം നടത്തിയത്. ഇറാഖിലേക്കും ഇപ്പോൾ ആക്രമണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതോടെ പശ്ചിമേഷ്യ കൂടുതൽ അശാന്തമാകുകയാണ്. ഇസ്രയേലിനെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കാൻ കടൽ ചരക്കുപാതകൾ ഇറാൻ തടയാൻ തുടങ്ങിയതോടെയാണ് മൂസവിയെ വധിക്കാൻ ഇസ്രയേൽ വീണ്ടും പദ്ധതി ഒരുക്കിയതും ലക്ഷ്യം കണ്ടതും. ചെങ്കടലിലെ ഹൂതി ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്ക തുറന്നടിച്ചിരുന്നു. കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നതോടെ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇസ്രയേൽ നേരിട്ടുകൊണ്ടിരുന്നത്. ഇതോടെയാണ് ഹൂതികളെ ഇറക്കി കളിച്ച ഇറാന് നേരെ നെതന്യാഹു പൊട്ടിച്ചത്. അവരുടെ സൈനിക തലവനെ തന്നെ അങ്ങ് തീർത്തു. ഇത് ഇറാന് വലിയ ക്ഷീണമുണ്ടാക്കി. ഇസ്രയേലിനെ കുത്തിയിളക്കി വിട്ടത് അമേരിക്കയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത്. ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിൽ വിറങ്ങലിച്ചും മരവിച്ച ഗാസയ്ക്കപ്പുറം ലോകത്തിന്റെ പലയിടങ്ങളിലേക്കും അതിന്റെ തീപ്പൊരി വീഴുന്നതിന്റെ ലക്ഷണമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചരക്ക് കപ്പലിന് നേർക്കുണ്ടായ ആക്രമണം. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഹൂതി സായുധ സംഘം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണെങ്കിലും അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കയറിയത് പശ്ചിമേഷ്യയ്ക്കപ്പുറം രാജ്യങ്ങളെ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഗാസയിലെ ആക്രമണങ്ങൾ ഇസ്രയേൽ തുടരുമ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹൂതി സായുധ സംഘം ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിരുന്നു. ഇറാൻ പിന്തുണയുള്ള ഹൂതി സായുധ സംഘം ചെങ്കടലിനപ്പുറത്തേക്ക് ഇറാനിൽ നിന്നുകൊണ്ട് ആക്രമണം നടത്തുന്നത് ലോകത്തെ 2 തട്ടിലാക്കിയിട്ടുണ്ട്. ഇസ്രയേലിനോട് ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ ഐക്യരാഷ്ട്ര സംഘടന വഴി സമ്മർദ്ദം ചെലുത്തുന്ന രാജ്യങ്ങളും കപ്പലുകൾക്ക് നേർക്കുള്ള ഇറാന്റെയും ഹൂതി സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളെ കടുത്ത ഭാഷയിൽ അപലപിക്കുന്നുണ്ട്.